എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റായ വർഗ സമവാക്യങ്ങൾ, അതായത് സ്ക്വയർ ഐഡന്റിറ്റീസ് എന്ന പാഠഭാഗമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യത്യാസ വർഗം. രണ്ട് സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ വർഗം കാണുന്നതാണ് വ്യത്യാസ വർഗം എന്ന് പറയുന്നത്. ഇവയുടെ തുക കാണാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗം, ആ സമവാക്യം നമുക്ക് അറിയാം. ആ സമവാക്യം എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അല്ല, ഇതിനെ വേറെ രൂപത്തിൽ എഴുതാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy അവസാനം കൊണ്ടുവരാം. ഇങ്ങനെയും എഴുതാം. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ നമ്മൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഉദാഹരണത്തിന് 99 സ്ക്വയർ. ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യും? 90 പ്ലസ് 9 ചെയ്യും അല്ലേ? 90 പ്ലസ് 9, രണ്ട് സംഖ്യകളുടെ പിരിവായിട്ട് അതിൻ്റെ സ്ക്വയർ കാണും. ഇത് ഈ രൂപത്തിലായില്ലേ? 90 പ്ലസ് 9. അപ്പോൾ ഒന്നാം പദത്തിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 90 ഇൻറ്റു 9 പ്ലസ് 9ൻ്റെ സ്ക്വയർ. 90ൻ്റെ സ്ക്വയർ 9×9 81, 8100. ഇവിടെ 9×9 81, 810നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 81നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 162 0. 9ൻ്റെ സ്ക്വയർ 81. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8100, 1620, 81. 1, 8ഉം 2ഉം 10ന് 0, ശിഷ്ടം 1, 6 1 7 1 8, 8 1 9. 98 01 എന്നാണ് കിട്ടുന്നത്. 98 01. അപ്പം നമ്മൾ 9801 കിട്ടി. 9801. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തുകൂടെ? കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ കാണണമെങ്കിൽ ഈ 99 എന്നുള്ള സംഖ്യ 100നോട് അടുത്ത സംഖ്യയാണ്. എന്താണ്? 100നോട് അടുത്ത സംഖ്യ. അതുകൊണ്ട് നമുക്ക് ഈ 99നെ എങ്ങനെ എഴുതാം? 100 - 1 എന്ന് എഴുതാം. എന്താ? 100 - 1. 99 സ്ക്വയർ സമം 100 - 1 ഹോൾ സ്ക്വയർ. അപ്പം ഇവിടെ കുറയ്ക്ക് നമ്മൾ ചെയ്തിട്ടില്ല, നമുക്ക് കൂട്ടുന്നത് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ? അപ്പം കുറയ്ക്ക് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ഈ ഐഡൻറ്റിറ്റിയിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഈ പ്ലസ് രണ്ടാമത്തെ പദം പ്ലസ് 2xy എന്തായിട്ട് മാറും? -2xy ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. എക്സ് ഇതിപ്പോൾ ഏതിൻ്റെ രൂപമായി? എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയറിൻ്റെ രൂപമായി എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? ഇതിന് അവസാനം കൊണ്ടുപോകാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇവിടെ എഴുതാം, -2xy. ഇവിടെ ഈ മൈനസ് ഇതിന് വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എക്സിൻ്റെ സ്ക്വയർ വരുമ്പോൾ മൈനസ് ആയാലും പ്ലസ് ആവും, വൈയുടെ സ്ക്വയർ വരുമ്പോൾ മൈനസ് ആയാലും പ്ലസ് ആവും. ഈ മൈനസ് വൈയെ നമുക്ക് ഇങ്ങനെ എഴുതാം. മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് മൈനസ് എന്നാണ്. പ്ലസ് ഇൻറ്റു മൈനസ്. അപ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. അപ്പോൾ ഈ മൈനസ് ആണ് നമുക്ക് ഏതിന് വരുന്നത്? ഈ മൈനസ് വൈക്ക് പകരം നമുക്ക് പ്ലസ് മൈനസ് വൈ എന്ന് എഴുതുമ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് വരും. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ പദത്തിൽ എന്ത് വന്നത്? നെഗറ്റീവ് ചിഹ്നം വന്നു, മൈനസ് ചിഹ്നം വന്നു. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഈ രണ്ടാമത്തെ പദം, അതായത് 2xy, xyയെ 2 കൊണ്ട് ഗുണിക്കുന്ന ആ പദം മാത്രമേ മൈനസായിട്ട് വരത്തുള്ളൂ. ബാക്കി 2 പദങ്ങളും സ്ക്വയറാണ്. അതുകൊണ്ട് അത് പ്ലസ് തന്നെ ആയിരിക്കും. ഇനി നമുക്കിത് ചെയ്യാം. 100ൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 100 ഇൻറ്റു 1 പ്ലസ് 1ൻ്റെ സ്ക്വയർ.
100ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 0 4 0 ആവും അല്ലേ? മൈനസ് 2 ഇൻറ്റു 100, 100 ഇൻറ്റു 1 200 പ്ലസ് 1. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 10,000-ൽ നിന്ന് 200 കുറച്ചിട്ട് 1 കൂട്ടുക. 10,000 200 കുറയ്ക്കുന്ന 1 കൂട്ടുന്നു 0 0 10 2 8 ഇവിടെ 9. ഇതിൻ്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ 9,801. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പം ക്രിയ ചെയ്യാൻ എളുപ്പം ഏതാണ്? രണ്ടാമത്തെ രീതിയാണ് അല്ലേ? രണ്ടാമത്തെ രീതിയിൽ ക്രിയകൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 90ന്റെ സ്ക്വയറിന് പകരം ഇവിടെ 100, അപ്പോൾ കുറച്ചുകൂടെ എളുപ്പം. ഇവിടെ 9ന്റെ സ്ക്വയറിന് പകരം ഇവിടെ 1, അതും എളുപ്പം. പിന്നെ ഇവിടെ കുറയ്ക്കുന്ന ഇവിടെ വലിയൊരു സംഖ്യ 1620 കിട്ടിയത്. ഇവിടെ ചെറിയ സംഖ്യയാണ്. ക്രിയ ചെയ്യാൻ എളുപ്പം രണ്ടാമത്തെ രീതിയാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകളാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൈനസ് വെച്ചിട്ടുള്ള കണക്കുകൾ, വ്യത്യാസ വർഗ്ഗങ്ങൾ. ഈ പേജ് നമ്പർ 50-ൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് ചെയ്യാം. പേജ് 50-ലെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചുവടെയുള്ള വർഗ്ഗങ്ങൾ കണക്കാക്കുക. ഒന്നാമത്തെ ചോദ്യം 29 സ്ക്വയർ. അപ്പൊ 29 സ്ക്വയർ 30നോട് അടുത്ത സംഖ്യയാണ് അല്ലേ? 20 + 9 എഴുതാം, പക്ഷെ അതിന്റെ ക്രിയകൾ കുറച്ചധികം വലുതായിരിക്കും. അതുകൊണ്ട് 29 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 30 - 1, 0 വരുന്ന ഒരു സംഖ്യയാണല്ലോ 30. അതിന്റെ അടുത്ത സംഖ്യയാണ് 29, 30നോട് അടുത്ത സംഖ്യ. അപ്പൊ 30 - 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഐഡന്റിറ്റി ആദ്യം എഴുതി വയ്ക്കാം. x - y ഹോൾ സ്ക്വയർ സമം x² - 2xy പ്ലസ് y². അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഇതിനെ രണ്ടാമതാക്കിയും ചെയ്യാം. x² + y² - 2xy ഇങ്ങനെയും ചെയ്യും. ഒന്നാമതിന്റെ 30ന്റെ സ്ക്വയർ മൈനസ് 2 × 30 × 1 പ്ലസ് 1ന്റെ സ്ക്വയർ. 30ന്റെ സ്ക്വയർ വളരെ എളുപ്പമാണ് അല്ലെ? 30 × 30 എത്ര? 9 900 മൈനസ് 2 × 30 32 60 പ്ലസ് 900ൽ നിന്ന് 60 പോയാൽ 900ൽ നിന്ന് 60 പോയാൽ എത്രയായിരിക്കും? 0 10 6 പോയാൽ 4 8 840 1. 840 1 നമുക്ക് എന്താ കിട്ടും? 841. അപ്പൊ 29ന്റെ സ്ക്വയർ 841 കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം. ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ചോദ്യമാണ് 38 സ്ക്വയർ. എത്ര? 38 സ്ക്വയർ. അത് 40നോട് അടുത്ത സംഖ്യ അല്ലേ? അപ്പൊ 40ൽ നിന്ന് 2 കുറച്ചാൽ 38 കിട്ടും. അപ്പൊ 40ന്റെ സ്ക്വയർ മൈനസ് 2 × 40 × 2 പ്ലസ് 2ന്റെ സ്ക്വയർ. ഇപ്പം തെറ്റെന്നുള്ള വിചാരമുള്ളവർ ഇങ്ങനെ ബ്രാക്കറ്റ് ഇടാതെ നമുക്ക് ചെയ്യാം. 40ന്റെ സ്ക്വയർ എത്ര? 40 × 40 1600 മൈനസ് 4 × 8 8 2 16 160 പ്ലസ് 2ന്റെ സ്ക്വയർ എത്ര? 2ന്റെ സ്ക്വയർ എത്ര? 4. അപ്പൊ 1600ൽ നിന്ന് 160 കുറയ്ക്കുന്നു. 1600ൽ നിന്ന് 160 കുറയ്ക്കുന്നു. 0 4 ഇവിടെ നിന്ന് എടുക്കുമ്പോഴാണ് ഇവിടെ 10 10 × 60 4 5 ൽ 4 പോയാല് 5 ൽ 1 പോയാല് ഇവിടെ 6 ൽ 1 എടുത്തില്ലേ? അപ്പൊ 5 5 ൽ 1 പോയാല് 4 1 1440. പിന്നെ ഈ 4 കൂടെ ഉണ്ടല്ലേ? 1444. മനസ്സിലായ? ഇത് കുറച്ചപ്പം 1440 വന്നു. അതിന്റെ കൂടെ 4 കൂടെ കൂട്ടുമ്പോ നമുക്ക് എത്ര വരും? 1444. ഇനി ഇതിന്റെ അകത്ത് മൂന്നാമത്തെ ചോദ്യം. ഇതിന്റെ അകത്തെ മൂന്നാമത്തെ ചോദ്യം
999 സ്ക്വയർ. 999 സ്ക്വയർ. ഇത് 999 എന്ന് പറയുന്നത് 1000-ന് അടുത്തുള്ള സംഖ്യ അല്ലെ? 1000 മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പൊ 1000 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോ 1000-ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1000 ഇൻറ്റു 1 പ്ലസ് 1-ന്റെ സ്ക്വയർ. ഇപ്പൊ ഇവിടെ 3 0 സ്ക്വയർ ചെയ്യുമ്പോ എത്ര വരും? 6 0 3 3 4 5 6 മൈനസ് 2 ഇൻറ്റു 1000 2000 പ്ലസ് 1. ഇങ്ങനെയുള്ള വലിയ സംഖ്യകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ നമുക്ക് എത്രയാ ഉത്തരം കിട്ടുക? നമുക്കിവിടെ ചെയ്ത് നോക്കാം. 1 2 3 4 5 6. അതിൽ നിന്ന് 2000 കുറയ്ക്കുന്നു. 0 0 0 10-ന്ന് 2 8. ഇവിടെ എത്ര വരും? 9 9. ഇതിന്റെ ഇവിടെ ഒന്നും കൂടെ കൂട്ടുമ്പോ ഇവിടെ താഴെ വരും അല്ലേ? ഈ 0-ന്റെ താഴെ 9 9 8 0 0 1 കിട്ടും. എന്തായിട്ട് വരിക നമുക്ക്? നമ്മുടെ ആൻസർ 99 8 0 0. ഇതാണ് നമ്മുടെ ആൻസർ. 4-ാമത്തെ ചോദ്യം 9.5 സ്ക്വയർ. 9.5 എന്ന് പറഞ്ഞാൽ 10-നോട് അടുത്ത സംഖ്യ അല്ലെ? 9 പ്ലസ് അര 9.5 ആവും. പക്ഷെ കുറച്ചുകൂടി എളുപ്പം 0-നോട് അടുത്ത് വരുന്ന സംഖ്യയായിട്ട് കുറച്ച് ചെയ്യുന്ന ക്രിയയാണ് നമുക്ക് വളരെ എളുപ്പം. അപ്പൊ ഇതിന് നമുക്ക് 10 മൈനസ് അര എന്ന് എടുക്കാം. 10 മൈനസ് അര ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് ചെയ്യാം. 10-ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 10 ഇൻറ്റു അര പ്ലസ് അരയുടെ സ്ക്വയർ. ഈ രണ്ടും കിട്ടിപ്പോവും. 10-ന്റെ സ്ക്വയർ എത്ര? 10 ഗുണം 10 എത്ര? 10 10 100 മൈനസ് 10 ഇൻറ്റു 1. ഈ രണ്ടും എന്താണ്? ഛേദവും അംശവും. ഈ രണ്ടും കിട്ടിപ്പോ അല്ലേ? 2 2. ഇനി 10 ഇൻറ്റു 1 എത്ര? 10 പ്ലസ് അര. അരയുടെ സ്ക്വയർ 1-ന്റെ സ്ക്വയർ 1 2-ന്റെ സ്ക്വയർ 4. അപ്പൊ 100-ന്ന് 10 കുറച്ചാൽ എത്രയാ നമുക്കറിയാം. എത്രയായിരിക്കും? 100-ന്ന് 10 കുറച്ചാൽ 90. 90-ന്റെ കൂടെ 4-ലൊന്നും കൂടെ കൂട്ടുക. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാ അല്ലേ? 90-ന്റെ കൂടെ 4-ഒന്നും കൂടെ കൂട്ടുമ്പോ 90-ഉം 4-ലും 90 ആൻഡ് 1/4. 90-ഉം 4-ലൊന്നുമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിന്റെ അടുത്ത ചോദ്യം, 5-ാമത്തെ ചോദ്യം 9.7 സ്ക്വയർ. 9.7 സ്ക്വയർ. അപ്പൊ 9.7 അതും 10-നോട് അടുത്ത സംഖ്യ അല്ലേ? 9.7 സ്ക്വയർ എന്ന് പറയുന്നത് 10-നോട് അടുത്ത സംഖ്യ. അപ്പൊ 10-ൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കും? 10-ൽ നിന്ന് 10 എന്ന് പറഞ്ഞാൽ 10.0 കൊടുക്കണം. ഒരു സ്ഥാനം ദശാംശം ഉള്ളതുകൊണ്ട് അല്ലേ? അപ്പൊ 0.1 കുറച്ചാലോ? ഇവിടെ 10-ന്ന് 9 1 പോയാൽ 9. ഇവിടെ 9 9.1. അപ്പൊ 2 കുറച്ചാലോ? 9.8. 3 കുറച്ചാലോ? 9.7. അതായത് 100-ന്ന് 97 കുറയ്ക്കുക എന്നുള്ള ചിന്ത മതി. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തൊരു ദശാംശം ഉള്ളതുകൊണ്ട് 100 10 ആകും. 97 എന്ന് പറയുന്നത് 9.7 ആണ്. അപ്പം 0.3 ഹോൾ സ്ക്വയർ. അപ്പം 10-ൽ നിന്ന് നമ്മൾ 0.3 സ്ക്വയർ. അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ. ഈ 10 ദശാംശം ഇവിടെ ഉണ്ടല്ലോ, ദശാംശം ഇല്ലാതെ 100 എന്നാക്കാം. 100-ന്ന് 3 പോയാൽ 97. ഇവിടെ ഒരു സ്ഥാനം ദശാംശം ഇടുമ്പോൾ ഇത് 0.3 ആവും. ഇവിടെ 100-ന്റെ അകത്തുനിന്ന് 100-ൽ ഒരു സ്ഥാനമായിട്ട് ദശാംശം ഇടുമ്പോൾ 10. മനസ്സിലായി? ഇനി നമ്മൾ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് ചെയ്യാം. 10-ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 10 ഇൻറ്റു 0.3 പ്ലസ് 0.3-ന്റെ സ്ക്വയർ.
10ന്റെ സ്ക്വയർ 10 × 10 10 10 എത്ര 100 10 10 100 100 മൈനസ് ഇവിടെ ദശാംശം ഇല്ല ഗുണിക്കുക 10 2 20 20 3 60 ഒരു സ്ഥാനം മാറ്റി ദശാംശം ഇടുമ്പോ 6.01 വരും എത്ര വരും 6.0 പ്ലസ് 0.3 0.3ന്റെ സ്ക്വയർ എത്ര 3ന്റെ സ്ക്വയർ ആണെങ്കിൽ 9 0.3 അപ്പൊ 2 സ്ഥാനം മാറ്റി ദശാംശം ഇടും ഒന്ന് ഒരു സ്ഥാനത്തിന് ഒരു 0 കൊടുക്കുക പിന്നെ ഒരു 0 മുന്നിലും കൊടുക്കുക 0.09 ഇനി നമുക്കിത് ക്രിയേറ്റ് ചെയ്യണം 100ൽ നിന്ന് 6 കുറച്ചാൽ എത്ര 94 94 6 പ്ലസ് 0.09 ഇതെങ്ങനെയാ കിട്ടുന്നത് 94 എന്ന് പറയാൻ 94.00 എന്ന് എഴുതാം ഇവിടെ 2 സ്ഥാനം ദശാംശം ഉള്ളതുകൊണ്ട് പിന്നെ കൂട്ടുന്നത് എങ്ങനെയാ 0.09 9 0 4 9 അപ്പം 94.09 ആണ് ഇതിന്റെ ആൻസർ 94.09 അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമുക്ക് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം പേജ് 50-ലെ രണ്ടാമത്തെ ചോദ്യം ഈ കണക്കുകൾ നോക്കുക 3 സ്ക്വയർ മൈനസ് 2 × 3 സമം 3 സമം 2 സ്ക്വയർ മൈനസ് 1 4 സ്ക്വയർ മൈനസ് 2 × 4 സമം 8 സമം 3 സ്ക്വയർ മൈനസ് 1 5 സ്ക്വയർ മൈനസ് 2 × 5 സമം 15 സമം 4 സ്ക്വയർ മൈനസ് 1 ഇവയിലെ പൊതുതത്വം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കും അപ്പൊ ഇവിടെ നോക്കിക്കേ 3 സ്ക്വയർ മൈനസ് 2 × 3 നമുക്ക് ചെയ്യുമ്പോ എത്രയാണ് 3 സ്ക്വയർ എന്ന് പറയുമ്പോ 9 മൈനസ് 6 3 സമം 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര 4 മൈനസ് 1 2 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് 4 മൈനസ് 1 സമം 3 അല്ലേ ഇനി രണ്ടാമത് നോക്കിക്കേ 4 സ്ക്വയർ മൈനസ് 2 × 4 സമം 4ന്റെ സ്ക്വയർ എത്ര 16 16 മൈനസ് 8 സമം 8 സമം 3 സ്ക്വയർ മൈനസ് 1 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര 3 9 9ൽ നിന്ന് 1 പോയാൽ 8 ഇവിടെ നോക്കിക്കേ ഇവിടെ 2 3 2 8 ഇനി അടുത്തത് 5 സ്ക്വയർ മൈനസ് 2 × 5 സമം 5 സ്ക്വയർ എത്ര 25 അല്ലെ 5 5 25 മൈനസ് 2 10 25 നിന്ന് 10 പോയാൽ 15 സമം 4 സ്ക്വയർ മൈനസ് 1 4 സ്ക്വയർ എത്ര 16 മൈനസ് 1 എത്ര 15 നോക്കേ ഇരുവശവും തുല്യമാണ് ഒരേ വിലകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പൊതു തത്വമാണ് ചോദിച്ചിരിക്കുന്നത് ഇതാണ് പൊതു തത്വം അപ്പൊ 3 4 5 അപ്പൊ ഇങ്ങനെ പോയി കഴിയുമ്പോൾ എണ്ണൽ സംഖ്യകളാണ് അല്ലെ n ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഇത് n സ്ക്വയർ എന്ന് വരും ഇത് വരും n സ്ക്വയർ മൈനസ് എല്ലാത്തിലും 2 ഉണ്ട് 2 × 3 4 5 ഇങ്ങനെ പോയാൽ എന്ത് എവിടെ എത്തും നമ്മൾ എന്നിലെത്തും അല്ലെ സമം അപ്പൊ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് ബ്രാക്കറ്റ് മാറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും n സ്ക്വയർ മൈനസ് 2 × n 2n സമം ഇനി ഇവിടെ നമുക്ക് നോക്കാം 2 3 4 അവിടെ എത്രയാ വരുന്നത് 3ൽ നിന്ന് 1 കുറവ് 2 4ൽ നിന്ന് 1 കുറവ് 3 5ൽ നിന്ന് 1 കുറവ് 4 അപ്പൊ ഇതിനേക്കാൾ 1 കുറവ് 3 4 5 എന്ന സംഖ്യ നമ്മൾ ഡാഷ് ഡാഷ് അപ് ടു n വരെയാണ് എടുത്തത് അപ്പൊ ഈ എന്നിൽ നിന്ന് 1 കുറവ് എന്നിൽ നിന്ന് 1 കുറവ് അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം
n-1 ഹോൾ സ്ക്വയർ മൈനസ് 1. അപ്പൊ ഇത് രണ്ടും തുല്യമാണോ എന്ന് നമ്മൾ സ്ഥാപിക്കണം. n² മൈനസ് 2n സമം n-1 ഹോൾ സ്ക്വയർ മൈനസ് 1. അപ്പൊ ഇടതുവശവും വലതുവശവും തുല്യമാണോ എന്ന് നമുക്ക് പരിശോധിക്കണം. അപ്പൊ n-1 ഹോൾ സ്ക്വയർ നമുക്ക് ഇവിടെ എടുത്ത് ചെയ്ത് നോക്കാം. n-1 ഹോൾ സ്ക്വയർ മൈനസ് 1. ഇത് x-y ഹോൾ സ്ക്വയറിന്റെ വിപുലീകരണം. n² മൈനസ് 2 ഇൻറ്റു n ഇൻറ്റു 1 പ്ലസ് 1 മൈനസ് 1 പ്ലസ് 1 ഇതിന്റെ 1 ഈ മൈനസ് 1 ഇതിന്റെ. അപ്പൊ എന്താ കിട്ടുക? n² മൈനസ് 2n പ്ലസ് 1 മൈനസ് 1. അപ്പൊ എന്ത് കിട്ടി? n² പ്ലസ് 1 മൈനസ് 1 ഒരേ സംഖ്യയുടെ എതിർ ചിഹ്നങ്ങളാകുമ്പോൾ അത് വെട്ടിപ്പോ അല്ലെ. n² മൈനസ് 2n. നോക്കിക്കേ, n² മൈനസ് 2n ആണ് n-1 ഹോൾ സ്ക്വയർ മൈനസ് 1ന്റെ വില. അപ്പൊ n² മൈനസ് 2n ആണ് ഇരുവശവും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഈ തന്നിരിക്കുന്ന പാറ്റേണിന്റെ പൊതു തത്വമായ ബീജഗണിത രൂപം. ഓക്കെ.